ഞാൻ നിങ്ങളെ സ്വന്തം ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഒരു ഷോപ്പിംഗ് വീഡിയോ. സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം പാലക്കാട്. ഇവിടെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഒരു മേള നടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ കയറാൻ തീരുമാനിച്ചു. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ചില സാധനങ്ങൾക്ക് നല്ല വില കുറവാ. കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, അച്ഛൻ എന്നെ പോലെ തന്നെ ചുറ്റി കറങ്ങാൻ വലിയ ഇഷ്ടാ. അച്ഛൻ ഒരു പേഴ്സ് നോക്കിട്ടോ, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. പെൻഷനൊക്കെ കിട്ടുമ്പോൾ അച്ഛനെ പേഴ്സിൽ എടുത്തേക്കാലോ. പിന്നെ അമ്മമ്മയ്ക്ക് ഒരു ഗ്യാസ് ലൈറ്റർ എടുത്തു. അമ്മമ്മ വീട്ടിൽ പോയപ്പോൾ അമ്മമ്മ ഗ്യാസ് ലൈറ്റർ കേടുവെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അതും എടുത്തു. പിന്നെ ഒരു ഇടികല്ല് വീട്ടിലൊന്നും ഉണ്ട് കേട്ടോ, അത് ചെറുതാണ്, ഇത് വലിയ ഇടികല്ല. പിന്നെ അമ്മയ്ക്ക് ഫേവറേറ്റ് ചട്ടികൾ 8 100 രൂപ മാത്രം. അങ്ങനെ കുറച്ചൊക്കെ മേടിച്ച് ഞങ്ങൾ ബില്ലടച്ച് പുറത്തേക്ക് വന്നു. വരുന്ന വഴി ഞാവൽപ്പഴം കണ്ടു. ഈ ഞാവൽപ്പഴം വലിയ ഇഷ്ടമായിട്ടോ, അതൊരു 1 കിലോ വാങ്ങി. ഞാൻ ഈ ബസ്സിൻ്റെ സൈഡ് സീറ്റിലാട്ടോ ഇരുന്നത്. ഈ ബസ് കോട്ട ചുറ്റിയിട്ടാണ് പോണേ. പുറത്ത് ചെറിയ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് അറിയണ്ടേ? ലുലുമാൾ. അച്ഛൻ ലുലുമാൾ കണ്ടിട്ടില്ല അത്രേ. അവിടെ കയറിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഫുഡ് കോർട്ട് കയറിയിട്ട് ചെറിയ സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ നേരെ ലുലു കളത്തേക്ക് കയറിട്ടോ. പിന്നെ അച്ഛന് പുതിയ പുതിയ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അച്ഛൻ എന്തൊക്കെ കണ്ടിട്ട് എന്തൊക്കെ സാധനങ്ങളല്ലേ ചോദിച്ചു. പിന്നെ ഞാൻ അച്ഛനും കൂടി എസ്കലേറ്ററിൽ പോന്നു. അച്ഛനും എസ്കലേറ്ററിൽ പോയൊന്നുമില്ല. ഞാൻ അച്ഛനൊക്കെ ചെറുപ്പത്തിൽ എറണാകുളത്തെ ലുലുവിലൊക്കെ കുറേ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ. അമ്മയ്ക്ക് പിന്നെ ക്യാമറ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അമ്മ പറയുമ്പോൾ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിടും. എന്തായാലും അച്ഛന് ഹാപ്പി ആയിട്ടോ. നിങ്ങൾ അച്ഛന്മാരെയൊക്കെ കൂട്ടി ഇടയ്ക്ക് ഔട്ടിംഗ് ഒക്കെ വളരെ നല്ലതാട്ടോ. പിന്നെ ഞാൻ ഇതിൽ എത്ര തവണ ലുലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും മഷ്റൂംസ് ഒക്കെ ഇട്ടു കേട്ടോ. പിന്നെ അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചായിരുന്നു കാലൊക്കെ വേണ്ടിയിട്ടുണ്ടെന്ന്. അച്ഛന് കാലുവേദനയുണ്ട്, പിന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ, അങ്ങനെ നടക്കില്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും നോക്കിയ കുഴപ്പമില്ല, അച്ഛന് എന്നെ പോലെ ഔട്ടിങ് ചെയ്യാൻ വലിയ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ബസ് കയറിട്ടോ. പിന്നെ അച്ഛൻ ബസ് കയറി സ്ഥിരം പരിപാടിയാണ് കടല. അങ്ങനെ 2 പാക്കറ്റ് കടലൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഹാപ്പി. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ. നിങ്ങൾ സ്വന്തം ശ്രീകുട്ടൻ.